ദേഷ്യത്തിൽ ദേവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത്. ആ നിമിഷം പാർവതി ഒന്നും പറഞ്ഞിരുന്നില്ല. അവർ ഒരുമിച്ച് തൃച്ചംബരത്തേക്ക് പുറപ്പെട്ടു. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്ന പ്രിയ ബൈക്ക് വരുന്ന ശബ്ദം കേട്ടതും ദേവനാണെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. കയ്യിലൊരു ഗ്ലാസ് ചായയുമായി ഉമ്മറത്തേക്ക് നടന്നിരുന്നു പ്രിയ. ഒരടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് പ്രിയ ഉമ്മറത്തേക്ക് വന്നത്. അവിടെ ദേഷ്യത്തിൽ മുഖം വലിഞ്ഞു മുറുക്കി നിൽക്കുന്ന കാശിയും ഒരു കൈകൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ചിരിക്കുന്ന പാർവതിയെയുമാണ് അവൾ കണ്ടത്. ഡാ കാശി, എന്താ നീ കാണിച്ചേ? പ്രിയ നേരെ കാശിയുടെയും പാർവതിയുടെയും ഇടയിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു. പ്രിയമ്മേ മാറ്, ഇവളെ കൊല്ലും ഞാൻ. കാശി പാർവതിക്ക് നേരെ അടുത്തു. പെട്ടെന്നാണ് ദേവൻ ഇടയ്ക്ക് കയറിയത്. എന്താടാ, എന്താ കാര്യം? ദേവാ, നീ നോക്കി നിൽക്കുവാണോ ഇതൊക്കെ? ആൻറ്റി, ഞാൻ ഓർത്തില്ല ഇവൻ എടുത്തു ചാടി ഇങ്ങനെ ചെയ്യുമെന്ന്. നിനക്കറിയില്ലേ ദേവാ, ഇവൻ വെട്ടൊന്ന് തുണ്ടം രണ്ടാണെന്ന്. നിങ്ങൾ രണ്ടും മാറി നിൽക്ക്, ഇവളെ ഇന്ന് ഞാൻ. ഡാ കാശി, എന്താടാ കാര്യം, അത് പറ. പറയാം. കുറച്ച് മുൻപ് നടന്നത്. ബൈക്കിൽ ദേവനൊപ്പം വന്നിറങ്ങിയതായിരുന്നു പാർവതി. ഉമ്മറത്ത് തന്നെ കാശി ഉണ്ടായിരുന്നു. വേഷം മാറ്റി ഒരു കറുത്ത ഷർട്ടും വൈറ്റ് പാൻസും ഇട്ടിട്ടുണ്ട്. പെട്ടെന്നാണ് ദേവൻ്റെ കവിൾ തിണർത്തി കിടക്കുന്നത് കണ്ടത്. എന്താ പറ്റിയേ? ഒന്നുമില്ലടാ. പിന്നെ നിന്റെ കവിളിൽ എന്താ? അതെന്തോ കടിച്ചതാ. ഏയ്, ഇതല്ല, അടിച്ച പാടാ. നോക്ക്, 5 വിരലും പതിഞ്ഞിട്ടുണ്ട്. ഡാ പറ, ആരാ നിന്നെ തല്ലിയേ? ആരുമില്ല കാശി, നീ വാ. ഇല്ല, നീ പറയുന്നുണ്ടോ? ഡാ വേണ്ട. പെട്ടെന്നാണ് പാർവതി അകത്തേക്ക് പോകാൻ തുടങ്ങിയത്. ഡി. കാശിയുടെ ഒറ്റ വിളിയിൽ അവൾ നിന്നിരുന്നു. എന്താ? വാ ഇവിടെ. പാർവതി പേടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ, നിങ്ങൾ വരുന്ന വഴിക്ക് ആരെങ്കിലുമായിട്ട് ഇവൻ വഴക്കായോ? ഇല്ല. പിന്നെ നീയാണോ ഇവനെ തല്ലിയേ? കാശി, അത് പറയാൻ. എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ. ഇതിനാ ഇവനൊന്ന് തൊട്ടപ്പോൾ പൊള്ളിയോ നിനക്ക്? പെട്ടെന്ന് ദേവൻ പാർവതിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് മാറി. വിടെന്നെ. ദേവൻ കയ്യിൽ പിടിച്ചതിലുള്ള അനിഷ്ടത്തിൽ പാർവതി അവൻ്റെ കൈ തട്ടി മാറ്റി. കണ്ടോ ഡാഷ് മോള്, എൻ്റെ ചെക്കനെ, ഇവളെ ഇന്ന് ഞാൻ. അടുത്തടിയും വീണു. പക്ഷേ ആ അടിക്ക് പാർവതി ബോധം മറിഞ്ഞ് താഴേക്ക് വീണിരുന്നു. പക്ഷേ വീഴുന്നതിന് മുൻപ് 2 കൈകൾ അവളെ താങ്ങിയിരുന്നു. അയ്യോ മോളെ, എഴുന്നേൽക്ക്. പ്രിയ പാർവതിയെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു. തലയ്ക്ക് ഭാരം തോന്നിയാണ് പാർവതി കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നത്. ഉമ്മറത്ത് തന്നെയാണ്. പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അടുത്ത് തന്നെ പ്രിയയും കാശിയുമുണ്ട്. പാർവതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ചുറ്റുമുണ്ടായിരുന്നു. എന്തായി പെണ്ണിൻ്റെ അഹങ്കാരം? ഒരാണിനെ കൈനീട്ടി അടിക്കുക? കുരുത്തുമില്ലാത്തവൾ. തമ്പുരാട്ടി ആരോടൊന്നുമില്ലാതെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. മോൾ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. ഉത്തര പാർവതിയുടെ തലയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാർവതി പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. മോൾ എന്നോട് ക്ഷമിക്കണം. ഇവൻ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഞാൻ എന്താ മോളോട് ചെയ്യേണ്ടത്? അയ്യോ തമ്പുരാട്ടിയമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. ഛേ, അമ്മ ആരാ അവളോട് ക്ഷമ ചോദിക്കാൻ? വെറുമൊരു വേലക്കാരിയല്ലേ അവള്? കാശി പാർവതിക്ക് നേരെ ചാടിക്കൊണ്ടിരുന്നു. ഇവനെ കൊണ്ട് വയ്യ, നീ അപ്പുറത്ത് പോ. പ്രിയ കാശിയെ വിലക്കിക്കൊണ്ട് പാർവതിയുടെ നേരെ തിരിഞ്ഞു. മോള് വീട്ടിൽ പൊക്കോ, ഇന്ന് ഇവിടെ നിൽക്കണ്ട. വേണ്ട പ്രിയമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട മോളെ, സമയം രാവിലെയല്ലേ ആയുള്ളൂ. ആരു പറഞ്ഞു? ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും നേരം ബോധമില്ലായിരുന്നു. അമ്മേ. പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പാർവതിയുടെ വീട്ടിൽ കൂടെ ദേവനെ വിടണോ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും കിട്ടാതിരുന്നപ്പോൾ തന്നെ മനസ്സിലായി ദേവന് അവൾക്കതിൽ താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് അവൻ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പാർവതി വേച്ച് വീട്ടിലേക്ക് നടന്നു. അവൾ പോയി കഴിഞ്ഞ് എല്ലാവരും ഉമ്മറത്തു കൂടി. നീ എന്തിനാടാ എല്ലായിടത്തും കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? പിന്നെ ഞാനെന്ത് ചെയ്യണം? പ്രിയമ്മേ, അവൻ്റെ കവിള് കിടക്കുന്നത് കണ്ടോ? എടാ, അത് ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യൂ. ഇവനോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാ ആൻറ്റി, ഇവൻ കേൾക്കണ്ടേ? അതെങ്ങനെയാ? അവൻ അതൊന്നും മനസ്സിലാവില്ലല്ലോ. നീ അങ്ങനെ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിൽ കയറി പിടിച്ചിരിക്കുകയാണ് അവള്. ആരു ദേവാ?
വെറുതെയാ ആൻറ്റി, ഇവനീ കിടന്ന് ഓരോന്ന് പറയുന്നത്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ നിന്റെ മുഖം ശ്രദ്ധിച്ചു മോനെ. ദേവാ, എന്നോട് കള്ളം പറയല്ലേ. ആൻറ്റി, അത് ഇനി ഒളിച്ചു വെക്കണ്ടല്ലോ. എനിക്ക് പാർവതിയെ ഇഷ്ടമാണ്. ഇതായിരുന്നു നീ എപ്പോഴും പറയാറുള്ള കാമുകി. അതല്ല കോമഡി പ്രിയമ്മേ, അവൾക്ക് ഇവനെ കണ്ണെടുത്താൽ കണ്ടൂടാ. അയ്യോ, അതെന്താടാ മോനെ? അത് വേറൊന്നുമല്ല, അവൾക്ക് ഇവനെ പേടിയാണ്. ഇവൻ ഗുണ്ടയല്ലേ. ആര്, ഇവനോ? അതല്ല ഉത്തരാമ്മേ, അവൾക്ക് പണ്ട് തൊട്ടേ എന്നെ പേടിയാണ്. ഞാനീ ചെറിയ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ തിരിച്ചു വാങ്ങാൻ നേരത്ത് ചെറിയ ഗുണ്ടായിസം, അല്ലെങ്കിൽ അവന്മാർ ഒന്നും തരില്ല. അത് കണ്ടിട്ട് പെണ്ണിന് ഭയങ്കര പേടിയാ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണോ ദേവ നീ അവളെ സ്നേഹിക്കുന്നത്? ഒരിക്കലും ഒരു തമാശയുടെ പേരിൽ നീ അവളെ സ്നേഹിക്കരുത്. ആരുമില്ലാത്ത കുട്ടിയാണവൾ, അറിയാലോ. ഈ നാട്ടിലുള്ള നീ ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ? ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാ നമുക്ക് പോയി സംസാരിച്ചാലോ? അത് ശരിയാ ഉത്തരേ, ഇന്ന് വൈകുന്നേരം എന്തായാലും പോകുന്നുണ്ട്. നിങ്ങളും വാ, ഞാൻ സംസാരിക്കാം. നിങ്ങൾ പോകുമ്പോൾ ഈ കൊച്ചിനെ കൂടെ കൊണ്ടുപോകണം. പാർവതിയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് പനിയായി. എന്തിനാ അമ്മു നീ വാശി പിടിക്കുന്നത്? പോ കാസി, എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. ഈ പെണ്ണ് എനിക്കങ്ങോട്ട് തിളച്ചു വരുന്നു. അതെങ്ങനെയാ ആ വേലക്കാരി എല്ലാവരെയും മയക്കി വെച്ചേക്കുമല്ലേ? അവരെ നോക്കി പറഞ്ഞ ശേഷം കാശി ബാത്റൂമിലേക്ക് നടന്നു കുളിക്കാനായി പോയി. അമ്മുവിനെ ചൂണ്ടിക്കൊണ്ട് പ്രിയ പറഞ്ഞു. സമയം വൈകുന്നേരത്തോടെ അടുത്തിരുന്നു. പാർവതി ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. മുടി വാരിക്കെട്ടി ഹാളിലേക്ക് വന്നവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വന്ന് കിടന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഹാളിലെ പഴയ സോഫയിൽ അമ്മ ഇരിപ്പുണ്ട്. മുത്തശ്ശി ഇവിടെയൊന്നും കാണുന്നില്ല. അടുക്കളയിൽ ചെന്നപ്പോൾ ആള് പാചകത്തിലാണ്. കുറച്ചു നേരം മുത്തശ്ശിയോട് സംസാരിച്ച ശേഷം കുളിച്ചു മാറാനുള്ള തുണിയുമെടുത്ത് അവൾ കിണറ്റിൻകരയിലേക്ക് നടന്നു. കിണറിനടുത്ത് നിന്ന് അല്പദൂരമുണ്ട് ബാത്റൂമിലേക്ക്. അവിടെ വരെ വെള്ളം കോരി കൊണ്ടുപോകാൻ വയ്യ. ഉണ്ടായിരുന്നൊരു മോട്ടോർ കേടായിട്ട് 1 മാസമാവുന്നു. അതൊന്ന് നന്നാക്കാൻ പോലും കയ്യിൽ 10 പൈസയില്ല. ആ ഭാഗത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു പാവാട ഉടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് കുളിക്കാൻ തുടങ്ങി. തലയിൽ തണുത്ത വെള്ളം. എന്തുകൊണ്ടോ മനസ്സിലൊരു തണുപ്പ് തോന്നി. ഈ സമയം പ്രിയയും ദേവനും അമ്മുവും കൂടെ കാശിയും പാർവതിയുടെ വീട്ടിലെത്തിയിരുന്നു. ഇതൊന്നും അറിയാതെ കുളിച്ചുകൊണ്ടിരുന്ന പാർവതി വീണ്ടും വീണ്ടും വെള്ളം കോരി ബക്കറ്റുകളിൽ നിറച്ച് തല നേരെ അവൾ ഒഴിച്ചുകൊണ്ടിരുന്നു. ശരീരം മുഴുവൻ ഇന്ന് വേദനയായിരുന്നു. തണുത്ത വെള്ളത്തിൽ ഒപ്പം മനസ്സും സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവളെ ഭയം വന്ന് മൂടിയത്. ആ ഭാഗത്ത് ലൈറ്റ് ഓഫായതുകൊണ്ട് അവിടെ മുഴുവൻ ഇരുട്ടാണ്. പെട്ടെന്നാണ് അവിടെ അകത്തേക്കൊരാൾ നടന്നു നീങ്ങി വരുന്നത് കണ്ടത്. പെട്ടെന്ന് അവൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും ബലിഷ്ഠമായ 2 കരങ്ങൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചിരുന്നു.